അപ്പോൾ ഇന്ന് എന്താ പറയുക, ഞങ്ങൾ ഒന്ന് പെട്ടെന്നാണ് പറഞ്ഞത് നമുക്കൊന്ന് വയനാട് പോയാലോ. ഞങ്ങൾ പാക്ക് ചെയ്ത് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് നാളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. നാളെ ഒരു 6 o'clock പോവും. എന്നിട്ട് എപ്പോഴെങ്കിലും എത്തും. 1 day ട്രിപ്പാണ് കേട്ടോ. എനിക്കും ഇവൾക്കും തീരെ 1 day ട്രിപ്പിനും പിന്നെ കാറിൽ പോകാൻ ഇഷ്ടമല്ല. പക്ഷെ വൈബാവണ്ടേ. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇന്നാണ് പോണത്. എല്ലാവരും ഡ്രസ്സായിട്ട് എല്ലാവരും ക്രോപ്പ് ടോപ്പൊക്കെ ഇട്ടൊക്കെയാണ്. ഇനി ഞങ്ങൾക്ക് 3 മണിക്കൂറിന് ട്രാവൽ ഉണ്ട്. ഹലോ ഗായ്സ്, ഞാൻ ഇപ്പോൾ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാറിൽ പാട്ടുണ്ടായിരുന്നതുകൊണ്ട് കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കണത്. അപ്പോൾ ഞങ്ങളിപ്പോൾ കാറിലെത്തി. ഇവർ 3 ആൾ ഉറങ്ങി, ഞാൻ ഉറങ്ങിയില്ല. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇനിയൊരു 2 hours ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി 2 hours ഉണ്ട്. ഞങ്ങളപ്പോൾ കാറിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ഇവിടെയും ഉണ്ട് പാട്ട്. കാറിൽ പാട്ട് ഞങ്ങൾ വെക്കുമല്ലോ, അപ്പോൾ കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. വി ഹേറ്റ് ദാറ്റ് ഗൈസ്, വി ഹേറ്റ് ദാറ്റ്. നമ്മൾ ഫുഡ് കഴിച്ചു, നമ്മൾ ഉറങ്ങി. ഇനി നമുക്കൊരു 20 minutes ഉള്ള എത്താൻ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. പക്ഷേ വീടെടുക്കാൻ പറ്റില്ല, ഭയങ്കര മടിയായിരുന്നു. മൗണ്ടനിൽ മേലെ പോയോണ്ടിരിക്കുകയാണ്. സ്കിപ്പ് ചെയ്യാതിരിക്കണം, ബെസ്റ്റ് വ്യൂസ് ഉണ്ടാവും. ബ്ലോക്ക് ആയിട്ടാ ഗൈസ്. മനസ്സിലാവുള്ളൂ. കുത്തിമാറിയാണ്. മൗണ്ടൻ. ഇവിടെ വാട്ടർ തീം പാർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ആനിമൽ വൈത്രി ഫാം എന്നുള്ളൊരു സ്ഥലത്ത് വന്നിട്ടാണ്. ഞങ്ങൾക്ക് പെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. കണ്ടപ്പോൾ അപ്പം തന്നെ വണ്ടി തിരിച്ച് വന്ന്. ഞങ്ങൾ പ്ലാന്റ് ഒന്നായിരുന്നില്ല. നല്ല വെയിലും. വെട്ടിണ്ട 8 കാലി ഇതിനുള്ള എന്താ
ഉറങ്ങാടിയത് ഹലോ ഹലോ അയ്യടാ കടിക്കും കടിക്കും കടിക്കും. എവിടത്? ഇങ്ങനെ ചാടുന്നല്ലോ. ഇതല്ലേ പ്ലാറ്റോ? ഹലോ നക്കണേ 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 അതിന്റെ കാലൊക്കെ എനിക്ക് ഓ എന്തൊരു വലുതാ. എങ്ങനെ കൊടുത്താലോ അങ്ങനെ എടുക്കല്ലേ അപ്പൊ രസം ഉണ്ടാവില്ല. എന്റെ കൈ വലുത് അതാ വലിയ സാധനം കടിക്കണ്ട. ഒന്ന് വെക്ക് ഒരു സ്ഥലത്ത് വെക്ക്. എന്താണ് വലിയ മീൻ വരുമ്പോളാ അതൊക്കെ ഉണ്ട്. അവിടെ നട ക്യാമൽ അത് കുഴപ്പമൊന്നുമില്ല. നല്ല വിലടാ നല്ല ഫോട്ടോ കളർ അതിലുള്ളിലുണ്ടോ കാണാൻ എനിക്കറിയില്ല. വെയിലത്തോണ്ടായിരിക്കും കാണാനല്ലേ സ്ക്രീന്. ചേട്ടാ എമ്മൂടെ കുട്ടികളാ പിന്നെ ഫാം വില്ല എന്നുള്ള ഇത് ആനിമൽ ഫാം വില്ല എന്നുള്ള ഒരു ഫാം അതിന് സെയിം കോപ്പി അടിച്ചിട്ടുള്ളതാണത്. സെയിം കോപ്പി കറക്റ്റ് കോപ്പി. മറ്റേത് ഫാം വില്ലിൽ പിന്നെയും എല്ലാത്തിനും എടുക്കാൻ പറ്റുമായിരുന്നു. റാബിസിനെടുക്കാം, പൂച്ചനെടുക്കാം, പാമ്പിനെടുക്കാം, നെട്ടുകാരിനെടുക്കാം, സ്കോർപ്പിയനെടുക്കാം, പിന്നെ എന്താണ് സ്ക്വയറലിനെടുക്കാം, പാറ്റ്സിനെടുക്കാം, മക്കാവിനെടുക്കാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ 1 ഡേ ട്രിപ്പ് പറഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ എന്താണ് ഒരു ദിവസം ഞങ്ങളൊരു ഒരു റിസോർട്ടിൽ നിൽക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ബുക്കിങ്ങിന് ഞങ്ങളൊന്ന് നോക്കുകയാണ് ഞങ്ങൾക്ക് പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പെട്ടെന്ന് നിൽക്കാൻ പറ്റിയ ഒരു റിസോർട്ട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഞങ്ങളെല്ലാവരും ഭയങ്കര സൂപ്പർ ഡൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. 1 ഡേ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് പിന്നെ 2 ഡേ ട്രിപ്പ് ആയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നേ. ഞങ്ങൾ ഈ പ്ലാൻ ഡ്രോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ. അവരിപ്പോൾ കോൾ ചെയ്തിട്ട് നോക്കുകയാണ് പറ്റുവാണോ. നഗരത്തിന്റെ അടുത്താണ്. കല്ലും കുത്തും അതിലെ മേലേക്ക് പോകണം. സ്വഭാവം കളിക്കരുത്. പക്ഷെ ഒരു ഇങ്ങനെ തിരിഞ്ഞു വരണം, ഇങ്ങനെ വരുന്നുണ്ടോ? Show you, look at this, guys. This is a swing. Can you look at this? This is swing. You will seriously fall. Yeah, and also look at this. ഇത് almost ഇത് വേണ്ടട്ടാ സാങ് ഞാൻ കേട്ട് ഇറങ്ങിക്കോ. ഇത് ഓൾമോസ്റ്റ് ഇപ്പൊ പൊട്ടിച്ചാടാറായിട്ടുണ്ട്. This is the first house of this and there is another thing and that is pool. അതാണ് ഞങ്ങള് ശരിക്കും ജീക്കണത്. മൂഞ്ചിട്ടാ ഫോട്ടോയില് ഫോട്ടോയില് കണ്ടത് പ്രൈവറ്റ് പൂളായിരുന്നു. ഇതില് പബ്ലിക് പൂളാണ് എല്ലാവർക്കും ഉള്ളത്. പിന്നെ എന്താ പറയുക, ഞങ്ങൾ ഡ്രസ്സ് കൊടുന്നിട്ടില്ല. ഞങ്ങൾ പെട്ടെന്നൊരു പ്ലാൻ ചെയ്തോണ്ട് ഡ്രസ്സൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ ഡ്രസ് ഇട്ട് നമ്മളുടെ അങ്ങനെയായിരുന്നു പ്ലാന്. പിന്നെ സ്വിമ്മിംഗ് പൂളിന്റെ കാര്യം 3G 2G 100G ഈ സ്വിങ്ങിലാണ്. ഇതാണ് പിന്നെയും കുറച്ചുകൂടി സേഫ്. ആ വെയിൽ നോയാ വേണ്ട ആട്ടണ്ട. ഇതാണ് നമ്മളുടെ റൂം. സോ ഇങ്ങനെ കേറി ഇതാണ് ഇതാണ് കേട്ടോ എൻട്രൻസ്. ഇങ്ങനെ വരിക. ഇതൊരു സോഫ തട്ടിക്കോട്ട് സാധനമാണ്. പിന്നെ ഇവിടെ ഒരു ജനലും ഉണ്ട്. ഇവിടെ ഒരു TV യൂട്യൂബ് ഒക്കെ ഉണ്ട്. ഇതൊരു റൂം. ദിസ് ഈസ് അവർ കുട്ടി പട്ടാളം. അപ്പോൾ അവിടെ ഒരു വിൻഡോ ഉണ്ട്, ഇവിടെ ഫാൻ ഉണ്ട്. സോ ഇതൊരു സ്പ്രിംഗ് ബെഡ്, അത്യാവശ്യം എസ്തറ്റിക് ഉണ്ട്. പിന്നെ അവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ ലോക്ക് കോമഡിയാണ്. ബാത്റൂം പിന്നെ ഇതൊരു വേറൊരു റൂം. ഇതാണ് ഞങ്ങൾ പാരൻസിലുള്ളത്. ഒരു ബെഡ് ഉണ്ട്. ഇത് സ്പ്രിംഗ് ബെഡ് അല്ല കേട്ടോ. കേർട്ടൻ ഉണ്ട്. ഞാൻ ഇതുവരെ പിന്നെ എന്താ പറയുക, ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, ഫാനുണ്ട്, സ്വിച്ചുണ്ട്, ഡോറുണ്ട്, അതുണ്ട്, ഇതുണ്ട്, മറ്റുണ്ട്, മറിച്ചുണ്ട്. ഒരു ഊഞ്ഞാലുണ്ട്. പക്ഷെ ഈ ഊഞ്ഞാൽ അത്ര സേഫ്റ്റി ഉണ്ടോന്ന് അറിയില്ല. എൻ്റെ പേര് നിയാസ് കിങ്ഡം അല്ല. ഇതിൽ ഇവിടെ നീയാന്ന് വിളിച്ചിട്ടുണ്ട്. നല്ല ഇരിക്കാണ് കേട്ടോ. ഈ ഊഞ്ഞാൽ കുറച്ച് സേഫ് ഉണ്ട്. ഞാൻ 2 എണ്ണം ഇവിടെ ഉണ്ട്. ക്ലീനാട്ടാ. ഹലോ ഗായ്സ്, അപ്പോൾ എന്തിനാണ് ഈ ഫ്ലാഷ് ലൈറ്റ് തള്ളല്ലേ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടുന്ന് കൂടെ നടന്നിട്ട് വ്യൂ പോയിന്റ് ഉണ്ട് എന്നാണ് പറയണത്. സോ അപ്പോൾ ഞങ്ങൾ പൂളിൽ പോയി വീഡിയോസൊക്കെ ഉണ്ട്. കാണിക്കാൻ പറ്റില്ല, പറ്റൂല. അയ്യ, അപ്പോൾ പൂളിൻ്റെ ഫോട്ടോസ് വേണമെങ്കിൽ കാണിച്ചു തരാം. നല്ല ഇപ്പോൾ ഈ വീഡിയോയിലുള്ള ലൈറ്റൊന്നും ഇവിടെ ഇല്ല. കുറച്ചും കൂടി ഡാർക്കാണ് ഇവിടെ. നന്നായിട്ട് മൂൺ കാണാൻ ഞാൻ ഇപ്പോൾ കാണിച്ചു. എന്തൊക്കെ മൂണൻ അതൊരു ഫോട്ടോ എടുത്തൊക്കെ അപ്പൊ നല്ല ക്ലിയർ ആയിട്ട് കാണൂലേ ഇതില്.
ഇതില് ആന വരുന്ന കുറച്ച് കാണില്ലല്ലോ. ആന വരുന്ന പറയണത് ആന കണ്ടെങ്കിൽ ഇറങ്ങി. ഹലോ ഗൈസ്, അടിപൊളി ആംബിയൻസ് ഉണ്ട്. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. മോർണിംഗിലൊക്കെ അടിപൊളിയായിരിക്കും. കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ചുകൂടി ഡാർക്കായി പോയി. അതാണ് വാക്കിംഗ് ഓക്കെയാണ്. ഗൈസ്, ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്താ പറയുക, 2 പൂച്ചകൾ എന്താ ഇവിടുത്തെ പേർഷ്യനും ഹിമാലയനും മിക്സഡ്. ഹിമാലയൻ വെച്ചാൽ നമ്മുടെ നാടൻ പൂച്ച, അതും പേർഷ്യൻ പൂച്ച മിക്സ്. അല്ല, എനിക്ക് പൂച്ച ക്രേസാണ്. അതിൻ്റെ കൂടെ 2 മിക്സ്, പേർഷ്യൻ ഹാഫ്. നല്ല ക്യൂട്ടുണ്ട്. 2 ഒന്ന് മെയിലും ഒരു ഫീമെയിലുമാണ്. മെയില് അവർക്ക് ഞങ്ങൾ ബിരിയാണിയുടെ ഞങ്ങൾ തന്ന ബിരിയാണി അതിൻ്റെ 2 ഭാഗം. ഞാൻ അതിനെ തൊട്ട് രാവിലെ ലൈറ്റ്സ് ഒക്കെ ഓഫ് ആയിട്ട് ലൈറ്റ് രാത്രി ഇങ്ങനെ ഓടല്ലേ. ഇവരെന്നാലും പോണതായിട്ട് ഇത് മറ്റോണ്ടും തൊട്. അയ്യോ പിന്നാലെ ബെസ്റ്റ്. അവിടെ കുട്ടികൾക്കുള്ളത് ഇറങ്ങി വരാം. പൂളിൽ ഞങ്ങൾ ഇറങ്ങിയതാണ്. നല്ല ആഴുണ്ട്, കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല ആഴുണ്ട്. ടു ഡീപ്പ്. അപ്പം അതൊക്കെ തൊട്. മിൽക്ക് ഷേക്ക് കുക്കി. മിൽക്ക് ഷേക്കിനാണ് കുറച്ചുകൂടി പാവം. കപ്പിൾസാണ്. ഹലോ ഗായ്സ്, അപ്പോൾ എന്താ പറയുക, ഞങ്ങളിപ്പോൾ പൂളിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ വന്നിട്ടിരിക്കുകയാണ്. ബർഗറൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. ഇത് പൂളിട്ടോ, എന്തൊരു ഭംഗിയുള്ള പൂളാണ്. ഇതൊക്കെ ഈ പൂൾ ഇതുവരെ നല്ല ഭംഗിയൊന്നും അനങ്ങാണ്ടിരിക്കുന്നു. ഞങ്ങൾ പോയി കഴിയിട്ട് നാശാക്കിയതാണ്, ഞങ്ങൾ തന്നെയാണ്. സോ അവിടെ എന്താ പറയുക, ഞങ്ങളെ പൂള് നല്ലൊരു ആംബിയൻസ് ഉണ്ട്. അവിടെ മൂണിൻ്റെ നമ്മുടെ മൂണൻകുട്ടൻ നമ്മുടെ മൂണൻകുട്ടൻ കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എന്താ പറയുക, അവിടെ ക്ലൗഡ്സൊക്കെ നല്ല ഭംഗിയിരിക്കുന്നുണ്ട്. കുറച്ചും ഡാർക്കായിട്ടാണ് ഇവിടെ പോള്. അവിടെയൊക്കെ ഞങ്ങൾ നേരത്തെ 2 പൂച്ച കാണിച്ചില്ല, അവർ രണ്ടാളും തല്ലുകൂടി ഇരിക്കുകയാണ്. അയ്യോ, ഇങ്ങോട്ട് നോക്ക്. കാൽ ശരിക്കും വെച്ചിട്ട് ആടി വെക്കിനിയാ, 2 കാലും കയറ്റി വെക്ക്. ഇതിനെ മറിച്ചിടൂ.
ഞങ്ങളൊരു നൈറ്റ് വാക്കിങ്ങിന് ഇറങ്ങിയേക്കാണ്. നമ്മൾ ഉറങ്ങാൻ പോവാണ് നാളെ കാണാം. അപ്പൊ നമ്മള് പൂച്ചനെ കാണാൻ പോവാണ്. എന്തായാലും നമ്മൾ പൂച്ചനെ കാണാൻ പോവാണ്. പിന്നെ കാണില്ല അതോ ഇതിനെത്ര വില വരുന്നേ? നല്ല റോഡ്, നല്ല വ്യൂ അല്ലേ? നമ്മൾ തമിഴ്നാട്ടിലാണ്, അതാണ് സംഭവം. നമ്മളവിടുന്ന് ക്രോസ് ചെയ്ത് തമിഴ്നാട് റോഡായി തോന്നുന്നുണ്ട്. അതാണ് നല്ല റോഡും ഇങ്ങനത്തെ റോഡും കൃഷിയൊക്കെ ഉണ്ടോ. ഒരു ടർക്കിനുള്ളിൽ ഇങ്ങനത്തെ ഒരെണ്ണം കൂടി കാണണം. ഇതിനുള്ളിൽ എവിടെ ഉണ്ടത്? എത്തി വന്ന ഉടനെ ഞങ്ങൾ എല്ലാവരും കുളിച്ചിട്ട് നമ്മള് എന്താ കുളിച്ചിട്ട് നമ്മള് ഫ്രഷ് ആയി റെസ്റ്റ് ആയിരിക്കും.